എല്ലാവർക്കും പ്രിയദർശിനി ടിക്കറ്റ് കിട്ടിയെങ്കിലും എനിക്കിതാ ഇപ്പോഴാണ് ആദ്യമായിട്ട് പ്രിയദർശിനി ടിക്കറ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ ബസ് യാത്ര ഒരുപാട് നാൾക്ക് ശേഷം ഇപ്പോഴാണ് നടത്തുന്നത്. എന്തായാലും ഈ ട്രിപ്പ് വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊന്മുടിക്കാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ വിതുരയ്ക്ക് അപ്പുറം പൊന്മുടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ആദ്യം ഞങ്ങൾ കുറച്ച് നേരം ബസ്സിൽ യാത്ര ചെയ്തിട്ട് പിന്നെ ഞങ്ങൾക്ക് കാറിലായിരുന്നു നമ്മുടെ ബാക്കി യാത്ര. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ്. പക്ഷെ ക്ലൈമറ്റ് നമ്മൾ ഇറങ്ങുന്നത് നല്ല വെയിലായിരുന്നു. എന്താണെന്നറിയില്ല, അവിടെ എത്തിയപ്പോൾ പിന്നെ ക്ലൈമറ്റ് ചേഞ്ചായി. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്. തവയ്ക്കൽ വാട്ടർഫാൾ ആണ്. പൊന്മുടിക്ക് പോകുന്ന വഴിക്കാണ്. ഉറപ്പായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അതായത് നമുക്ക് എന്തൊരു മനസ്സമാധാനമാണെന്നോ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും അവിടത്തേക്ക് വെള്ളത്തിനൊക്കെ എന്തൊരു തണുപ്പാണ്. ഇനി വല്ലപ്പോഴും പുറത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ടാണോ ഇത് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി നേരം ആ വെള്ളത്തിൽ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ നമ്മൾ കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ നല്ല വഴുവഴുക്കലുണ്ട്. ചവിടുന്നുണ്ട് മുഴുവൻ താന്നു പോകുന്ന മഴയാണേ. നല്ല ഒരു പേടിപ്പെടുത്തുന്ന തരത്തിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു അറ്റത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഒരു ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ട് നടക്കാനൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ധൈര്യം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നടത്തിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തപ്പോഴത്തേക്ക് പെരും മഴ പെയ്തു. പിന്നെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ക്യാമറയിൽ വെള്ളം കയറുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നില്ല, രസമായിരുന്നേനെ. എന്തായാലും ഓടി കാറിനകത്ത് കയറി. പെരുമഴയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയ്ക്കെന്താ ഭ്രാന്തെടുത്ത പോലെയാണ്. നനഞ്ഞു കുളിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഈ മഴയത്ത് തന്നെ അടുത്ത ഒരു സ്പോട്ടിലേക്കാണ് പോയത്. അവിടെ ഇതുപോലുള്ള ഒരു വെള്ളക്കെട്ട്, അതായത് ചെറിയൊരു കുഞ്ഞു വാട്ടർഫാൾ, എന്നാലും പക്ഷേ ഭയങ്കര രസമുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ പൊന്മുടി പോകുമ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ യാത്ര ഞങ്ങൾ കുറേ റോഡ് ഭയങ്കര മോശമായിട്ടുള്ളൊരു റോഡായിരുന്നു. നമുക്ക് ഇവിടെ അധികം പ്രവേശനം ഇല്ലാത്ത ഇടമാണ്. പിന്നെ ഞങ്ങൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോയിട്ട് വന്നു. ഇവിടെ കുറേ ആൾക്കാർ ഇതിനകത്ത് കയറിയിട്ട് ബഹളം വയ്ക്കുക അങ്ങനെയൊക്കെ ആയി. അതാ ഒരു ഹൊറർ മോഡായിരുന്നു കേട്ടോ പോകുമ്പോൾ. അതാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. റോഡ് മോശമായിരുന്നെങ്കിലും എത്തിച്ചേരുന്ന പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസൊക്കെ അടിപൊളിയായിരുന്നു. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ പൊന്മുടി യാത്രയ്ക്ക് പോകുമ്പോൾ പൊന്മുടിയിലേക്ക് മാത്രം ആക്കാണ്ട് ഇങ്ങനെയുള്ള പ്ലേസിലൂടെയൊക്കെ കയറിയിട്ട് പോകുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ്. മഴ കാരണം ഒന്ന് ഗ്ലാസ് താത്തി ഒന്ന് നോക്കാൻ കൂടി പറ്റാണ്ടല്ല അത്രയ്ക്ക്. കോട്ടൊക്കെ ഇട്ടിട്ട് ചാടി ഇറങ്ങി. പെരുമഴ കണ്ടല്ലോ, ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ആ പ്ലേസ് ഉണ്ടോ മഴയത്ത് നല്ലവണ്ണം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ താമസിക്കുന്ന ഒരു ചേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ നിൽക്കുന്ന സേഫ് അല്ല, ആ വരുന്ന വെള്ളം പെട്ടെന്നാണ് മലയിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. തിരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടത് എങ്ങോട്ടാണ്? പൊന്മുടിയിലത്തേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പോണ വഴിക്ക് കണ്ട ഒരു സ്പോട്ടാണിത്. ചില സ്പോട്ടാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണല്ലോ. ഞാൻ പാവം കഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുന്നും കിടന്നും ചാടിയും മറിഞ്ഞും ഒക്കെയാണ്. പിന്നെ ഓടുന്നു, റീലെടുക്കുന്നു. അത് കേട്ടോ ഫോഗ് സൂപ്പർ. അത് ഇവിടെ താഴ്ന്നു നോക്കുമ്പോൾ ഉള്ള ആ ഫോഗ് എന്ത് ഭംഗി. അപ്പോൾ മുകളിലെത്തുമ്പോഴതിനേക്കാളും ഭംഗിയായിരിക്കും. ഏറ്റവും കൂടുതൽ നല്ല ക്ലൈമറ്റ്, നമുക്ക് പൊന്മുടിക്ക് പോകാൻ പറ്റിയ ക്ലൈമറ്റ് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മഴ കഴിഞ്ഞിട്ട് അങ്ങ് എത്തുമ്പോൾ ഉള്ള ഒരു കാം ആയിട്ടുള്ള ഒരു ഫോഗിഷ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. എന്തായാലും നമ്മൾ പൊന്മുടിക്ക് പോകുന്ന വഴിക്കാണ് ഈ കാട്ടിലെ കട എന്ന് പറയുന്നൊരു കടയുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു 12 മണിക്കാണ് അവിടെ എത്തിയത്. 12 മണിക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാട്ടിലെ കടയിൽ നിന്ന് ഫുഡ് അടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോണ വഴിക്ക്
എടുക്കുന്ന കൂട്ടുകാരി ആയതുകൊണ്ട് അവൾ ഫോട്ടോ എടുപ്പായിരുന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ കുറച്ച് മന്തി ഇട്ടു, ചിക്കനും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് പാട്ടൊക്കെ കേട്ട് ആ ഒരു വൈബ് അടിച്ച ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീൽ എനിക്ക് പറഞ്ഞാൽ അറിയില്ലെന്നേ. നിങ്ങളെല്ലാവരും വരണം. ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പോൾ പോകാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഇനി അധികം മഴയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വീണ്ടും ക്ലോസ് ചെയ്യായിരിക്കും. ജൂലൈ 7 അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഇതിപ്പോൾ ജൂലൈ 11 ആയി. അപ്പോൾ എന്തായാലും ഒരു സൂപ്പർ ക്ലൈമറ്റ്. ഈ ഹോളിഡേയ്സിലല്ല, ഒരു ഡേയ്സിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കും. ഞങ്ങളവിടെ പോകുമ്പോഴത്തേക്ക് തിരക്ക് കുറവായിരുന്നു. നമ്മുടെ പ്രിയദർശിനി ബസ്സിന് മുന്നേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൽ പോവാം, ഓക്കെ. ബട്ട് കുറച്ച് നമ്മൾ പ്രൈവറ്റായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ ഇഷ്ടമുള്ള ഇറങ്ങാനും നോക്കും. അപ്പോൾ എന്തായാലും ആ ക്ലൈമറ്റിലോട്ട് എത്തി വരുമ്പോൾ ഉള്ള ഒരു ഫീല് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ആ കാര്യം കൂടി തലയിട്ടാണ് വെളിയിലോട്ട് ഇരുന്നപ്പോൾ ഒരു ഫീലുണ്ടല്ലോ, പറഞ്ഞാൽ മതിയില്ല. അത്രയ്ക്കൊരു സുഖമുള്ള ക്ലൈമറ്റ്. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പാട്ട് പാടുവാണ്. മനസ്സ് പാട്ടുപാടി അവസാനമുള്ള ആ ആടുള്ള സ്ഥലം, ഇതാണല്ലോ എൻ്റെ സ്പോട്ട് വരുന്നത്. കറക്റ്റ് പൊന്മുടി എത്തിയെന്ന് അറിയിക്കുന്നു. എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. സൂപ്പർ സ്ഥലം കേട്ടോ. അങ്ങനെ ഓട്ടോ ആയി ഞങ്ങളെല്ലാവരും കുന്ന് കയറി മലയിറങ്ങി അങ്ങനെ പോവാണ്. ഗൈസ്, നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ്. ക്ലൈമറ്റ് അനുസരിച്ച് വരിക. ചില സമയത്ത് പൊന്മുടിയിൽ വന്നാലും നല്ല കൊട്ട വെയിലായിരിക്കും. പക്ഷേ ഒരിക്കൽ ഞാൻ വന്നപ്പോൾ ഇവിടെ കൊട്ട വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ബേക്കിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ, ആ ഒരു മഞ്ഞ് മൂടി പുക പോലെ കിടക്കാണ്. ഇതിനേക്കാളും ഒരു പുകമയം അവിടെ ഉണ്ടാവും എന്നാണ് വന്നവരൊക്കെ പറയുന്നത് കേട്ടോ. കാര്യം അടുത്തടുത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്തായാലും സൂപ്പറായിരുന്നു ഗൈസ്. അത് കുറേ നേരം നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളെന്നെ തിരിച്ച് പോവാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് പിന്നെയും ഒരു ഗസ്റ്റ് ഹൗസ് ഏരിയ ഉണ്ട് അവിടെ. അത് നമ്മൾ റീൽസിലൊക്കെ ഈ പടിയും അതൊക്കെ കണ്ടിട്ടില്ലേ, അതൊരു സൂപ്പർ. അതായത് ഇവിടെ ഫോഗൊക്കെ വന്നു കഴിയുമ്പോൾ ഒട്ടും കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ മഴയത്ത് നല്ല ചൂടോടെ ബ്രെഡ് ഓംലേറ്റും മാഗിയും ഒരു നല്ല ചൂട് കോഫിയും കൂടെ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും. ഈ മാഗി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 50 രൂപയ്ക്ക്. പിന്നെ ഈ ബ്രെഡ് ഓംലേറ്റും 50 തന്നെയാണ്. പിന്നെ കോഫി അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ ഈ നനഞ്ഞ് നല്ല ചൂടോടെ ഇതൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ലൈഫിൽ വേറെ എന്താ വേണ്ടല്ലേ. ഒരു യാത്ര, നല്ല ഫുഡ്, നല്ല മനസ്സ്. പിന്നെ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഈ മരത്തിൻ്റെ മൂട്ടിൽ ഞങ്ങൾ ഇറങ്ങി. പിന്നെ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി. എന്തിനും നമ്മുടെ ട്രിവാൻഡ്രം വിട്ടിട്ട് മൂന്നാറിലൊക്കെ പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഇവിടെ തന്നെ നമുക്ക് കാണാനും പോകാനും ആസ്വദിക്കാനും ഒക്കെ ഇത്രയുള്ളപ്പോൾ സൂപ്പർ പ്ലേസ്. നല്ല രസമായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ നടക്കാനൊക്കെ. എവിടെ പോയാലും കുറച്ച് ലുക്കിലാണ്. പിന്നെ പൊന്മുടിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ചുരമിറങ്ങാണ് ഗൈസ്. 22 പിൻ പോയിന്റ്സ് ഉണ്ട് അവിടെ. അതെല്ലാം ഇറങ്ങി നമ്മൾ താഴേക്ക് പോവാണ്. താഴേക്ക് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, തീർന്നു പോയല്ലോ എന്ന്. എന്തായാലും കറക്റ്റ് ടൈമിന് വന്നു, കറക്റ്റ് ടൈമിന്